പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 20ാം ഗഡുവിനെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ കൃത്യമായ അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ. തുക വിതരണ തീയതിയെക്കുറിച്ചും അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ആർക്കൊക്കെയാണ് തുക ലഭിക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ നോക്കാം. രാജ്യത്തെ 9.3 കോടി കർഷകർക്കാണ് 20ാം ഗഡു എത്തിച്ചേരുക. 20ാം ഗഡു പുറത്തിറക്കുന്നതിനുള്ള ഔദ്യോഗിക തീയതി അറിയിപ്പ് വന്നു. വിതരണ തീയതി കാർഷിക ക്ഷേമ മന്ത്രാലയം ട്വിറ്ററിലാണ് അറിയിച്ചത്. 2025 ഓഗസ്റ്റ് 2 ഉത്തർപ്രദേശിലെ വാരണാസിയിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്ത് ഉടനീളമുള്ള PM കിസാൻ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് DBT ട്രാൻസാക്ഷൻ വഴിയാണ് 2000 രൂപ അയക്കുക. DBT വഴി കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരും. ആഗസ്റ്റ് 2 11 മണിയോടുകൂടെ തന്നെ വിതരണം ഉണ്ടാകും. തുക വിതരണം നടക്കുന്ന അതേ സമയത്തു തന്നെ നിങ്ങളുടെ PM കിസാൻ സമ്മാൻ നിധിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഫോൺ നമ്പറിൽ മെസ്സേജ് എത്തിച്ചേരും. അതുപോലെ തന്നെ eKYC അപ്ഡേറ്റ് ചെയ്യാത്ത കർഷകർക്ക് പണം ലഭിക്കില്ല എന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. eKYC ചെയ്യാത്തവർ pmkisan.gov.in എന്ന വെബ്സൈറ്റ് വഴിയോ CSC സെൻറ്റർ സന്ദർശിച്ചോ eKYC പൂർത്തിയാക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് അപ്ഡേറ്റ് ചെയ്യാത്തവർ ബാങ്ക് അക്കൗണ്ട് അപ്ഡേറ്റ് ചെയ്യുക. അക്കൗണ്ട് സജീവമാണെങ്കിൽ തീർച്ചയായും പണം ലഭിക്കും. അതുപോലെ തന്നെ ലാൻഡ് സീഡിംഗ് യെസ് എന്നാണോ കാണിക്കുന്നത് എന്ന് ചെക്ക് ചെയ്യുക. നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്താൽ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ തന്നെ കർഷക രജിസ്ട്രേഷനുള്ള അവസാന തീയതി നാളെയാണ്. ഇതും മറക്കാതിരിക്കുക. ഇനിയും കർഷക രജിസ്ട്രേഷൻ ചെയ്യാത്തവർ ഉടൻ തന്നെ കർഷക രജിസ്ട്രേഷൻ ചെയ്യുക. കാരണം കർഷക രജിസ്ട്രേഷൻ ചെയ്യാത്ത കർഷകർക്ക് തുടർന്നുള്ള ഗഡുക്കൾ ലഭിക്കില്ല. PM കിസാനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഫോൺ, പുതിയ നികുതി റെസീറ്റ്, അതുപോലെ തന്നെ ആധാർ എന്നിവ സഹിതം അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലെത്തി കർഷക രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ എല്ലാ വിവരങ്ങളും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കാത്തിരിപ്പ് അവസാനിച്ചു. 2025 ഓഗസ്റ്റ് 2 നിങ്ങളുടെ അടുത്ത ഗഡുവായ 2000 രൂപ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്.